വൈറലായിട്ടുള്ള ചില റെസിപ്പീസ് ഉണ്ടാവില്ലേ, അത് കാണുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതൂ അല്ലേ. അതുപോലെ ഒരു റെസിപ്പി ആട്ടോ ഇത്. കുറേ ആയി ഞാൻ പരീക്ഷിച്ച് നോക്കാൻ വിചാരിക്കണം. ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു മിക്സറാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല കറുമുറു സൗണ്ടൊക്കെ കേട്ടില്ലേ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും എണ്ണയിൽ ഇതുപോലെ അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ സെയിം അരിപ്പയിൽ തന്നെ ഒരു 1/4 കപ്പ് നിലക്കടലയും ചേർത്തിട്ട് അതും ഒന്ന് വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടുകടല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊട്ടുകടല ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ പൊട്ടുകടലയും സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം കേട്ടോ. ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതാ വെള്ള അവിലുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും ഒന്ന് പൊരിച്ചിട്ട് അതിലേക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതും ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നൂഡിൽസാണ്. മാഗി നൂഡിൽസ് വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇൻഡോമിയുടെ ചിക്കൻ നൂഡിൽസാണുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഞാൻ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അത് പകുതിയായിട്ട് മുറിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഒരുപാട് അങ്ങ് കറുത്ത ഒരു ഡാർക്ക് കളറായി പോകരുത് കേട്ടോ. ഈ രീതിയിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ അത് കോരിയെടുത്തു. ഇനി രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ആ ഒരു കളറാകുമ്പോൾ അതൊന്ന് കോരിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു നൂഡിൽസ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ചെറിയ പീസായിട്ട് നമ്മുടെ മിക്സറിൻ്റെ പോലെ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതെല്ലാം ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. അവിലേക്ക്, നിലക്കടല, അതുപോലെ പുട്ടുകടല, പിന്നെ വെളുത്തുള്ളി, അതുപോലെ കറിവേപ്പില കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു നൂഡിൽസിൽ തന്നെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മാഗി നൂഡിൽസ് ആണെന്നുണ്ടെങ്കിൽ അതിലുള്ള പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് ഇതിൽ തന്നെ ഓൾറെഡി ഉപ്പുണ്ടാവും, അതിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് കായപ്പൊടി, 2 നുള്ളി കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ പറഞ്ഞ പോലെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരുപാട് അങ്ങ് കൂടി പോകരുത്. പിന്നെ മുളക് പൊടി അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് കൈ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വൈറൽ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ നൂഡിൽസൊക്കെ കയ്യിലുണ്ടെങ്കിൽ വേഗം തന്നെ ട്രൈ ചെയ്ത് കഴിച്ചു നോക്കോളൂ കേട്ടോ. കഴിക്കുന്നതിന് മുന്നേ ഞാൻ അത്ര ടേസ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്